സമാനതകളില്ലാതെ ഗാസയിലേക്ക് നിറയൊഴിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ വംശനാശ പരിപാടികളെ പൊളിച്ചെടുക്കാൻ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം എത്തുമ്പോൾ ഇപ്പോഴിതാ യൂറോപ്പിലെ ഇസ്ലാമിക രാജ്യമായ തുർക്കി കൂടി അവർക്ക് പിന്തുണയുമായി എത്തുകയാണ്. ഈജിപ്റ്റ് നമുക്കറിയാം, അവരുടെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഇസ്രായേൽ അതിർത്തിയിലേക്ക് വിന്യസിച്ചിരിക്കുന്നു. അത് ഇസ്രായേലിന് വലിയ തലവേദനയായി മാറുകയാണ്. വർഷങ്ങളേറെയായി ഫലസ്തീൻ ജനത അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇസ്രായേൽ സമനില തെറ്റുകയാണ്. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു തരില്ല എന്ന് നെതന്യാഹു പറയുന്നു. ആരാണ് നിങ്ങളുടെ അംഗീകാരത്തിന് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ വാക്കിന് പുല്ലുവിലയാണ്. യൂറോപ്യൻ യൂണിയൻ മാത്രമല്ല, UN ശക്തമായി തന്നെ ഈ കാര്യത്തിൽ നടപടിയെടുത്തിരിക്കുകയാണ്. അമേരിക്ക പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന രാജ്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. UK-യും ഫ്രാൻസും റഷ്യയും ഒക്കെ ചേർന്നാൽ അത്ര എളുപ്പത്തിനൊന്നും US-ന്, അതായത് അമേരിക്കയ്ക്ക് തടുക്കാൻ കഴിയില്ല. ഇറാൻ അവരുടെ ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഒരു രീതിയിലും ഫലസ്തീൻ ജനതയെ സമാധാനം കാക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും അവിടുത്തെ സ്ത്രീകളെയും കൊന്നൊടുക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വംശഹത്യ എന്ന് പറയുമ്പോൾ അവിടെ മാനവരാശി ബാക്കി കാണരുത് എന്ന വെറിയോടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന കാട്ടുവെറിയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിശാചിനെ തളയ്ക്കാൻ ഏറ്റവും ശക്തമായ മാർഗം തന്നെ എടുക്കണം. ഈ വാക്ക് തന്നെയാണ് യഹിയ സരിയും ആയത്തുള്ള അൽ ഖമനിയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. തുർക്കി ഏറ്റവും ശക്തമായ രീതിയിൽ ഇതിൽ ഇറാനോടൊപ്പവും അറബ് രാജ്യങ്ങളോടൊപ്പവും ചേർന്നിരിക്കുന്നു. തുർക്കിക്ക് ഒരു ഭരണാധിപനുണ്ട്. ഏറ്റവും ശക്തനായ ഒരു ഭരണാധിപനാണ് റസബ് തായിബ് എർദോഗൻ. എർദോഗൻ വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നു. ഇസ്രയേലിനെ കയറൂരി വിടാൻ പറ്റില്ല. അമേരിക്കയുടെ ചെയ്തികളും അമേരിക്ക സ്പോൺസേർഡ് ടാസ്ക് ആയിട്ടുള്ള ഇസ്രയേലിൻ്റെ, പ്രത്യേകിച്ചും മൊസാദിൻ്റെ ഇത്തരത്തിലുള്ള യുദ്ധ പരിപാടികളും വെച്ചവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേലിൽ ഒരാൾ പോലും ബാക്കി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇറാനും അറബ് രാജ്യങ്ങളും. ഞങ്ങൾ പോരാടും, യുദ്ധം ചെയ്യും. 90 ലക്ഷം മനുഷ്യരെ മുഴുവനായി നിങ്ങൾക്ക് ബങ്കറിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഒളിത്താവളത്തിലേക്കോ മാറ്റാൻ സമയം കണ്ടെത്തുക, ഇല്ലെങ്കിൽ ബാക്കി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് തുർക്കിയും ഇറാനും.